അമ്മേ അമ്മേ അത് നോക്ക് കൊറേ നേരം ഞാൻ സംഭവം തരട്ടെ. എന്താ ആരാടാ നീ? ക്ലാസ്മേറ്റാ. ഏത് ക്ലാസ്മേറ്റ്? അരുണിമയെ അമ്മയ്ക്ക് അറിയില്ലേ? അവിടെ അരുണിമയ്ക്ക് എങ്ങനെയാ ആണുങ്ങളുടെ സൗണ്ട്? അവളുടെ സൗണ്ട് അങ്ങനെയല്ലേ അമ്മ? അവൾ എന്തിനാ ഫോണിൽ കൂടെ ഉമ്മ തന്നത് നിനക്ക്? ഉമ്മയല്ല അമ്മ, അസൈൻമെന്റിന്റെ കാര്യം സംസാരിച്ചതാ. അസൈൻമെന്റിന്റെ കാര്യത്തിന് എന്തിനാടി ഉമ്മ? അമ്മ ഞാൻ പറയുന്ന കേക്ക്. സത്യം പറ, ഇത് ആരാ? എന്റെ ക്ലാസ്മേറ്റ് അമ്മ. മോളോട് തന്നെ ചോദിച്ചു നോക്ക്, ഫോണിൽ കൂടെ ആരാണ്ട് ഉമ്മ വെച്ച് കളിക്കുന്നു? ഉമ്മയൊന്നും അല്ല അച്ഛാ, അരുണിമയാ. അവളാ വിളിച്ചത്. ഒരു ചെക്കന്റെ സൗണ്ടാ ഞാൻ കേട്ടത്. നീ പോയി കുറച്ച് വെള്ളം ചൂടാക്കി. എന്താ അച്ഛാ? ഒന്നുമില്ല, ഞാൻ അവളോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാ അമ്മ. അവളുടെ ഫോൺ അങ്ങ് മേടിച്ചു വെച്ചേരെ. അച്ഛാ അസൈൻമെന്റ് അച്ഛാ. പോയിരുന്നു പഠിക്കടേ. നീ എന്തോക്കാ പ്ലീസ് അച്ഛാ, വെള്ളം വെച്ചോടെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. സഖാവേ, നമ്മുടെ റോഡിന്റെ കാര്യത്തിൽ പരിങ്ങല്ലെന്ന് പറയണ കേട്ടു. എന്ത് പ്രശ്നം? അങ്ങനെയൊക്കെ ഇവിടെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എടാ, ഈ റോഡ് നമ്മുടെ നാടിന്റെ ആവശ്യമല്ലേ? അതൊക്കെ ശരി തന്നെയാ. നമ്മളെല്ലാം കൂടെ ഒപ്പിട്ടിട്ടല്ലേ ഇത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടൊക്കെ അനുവദിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മുടെ നാട്ടുകാരുടെ ആവശ്യത്തിന് തുരങ്കം വെക്കാൻ ചില മൂരാച്ചികൾ ശ്രമിച്ചാൽ നമ്മൾ നാട്ടുകാർ കയറി വഴിയങ്ങ് വെട്ടും. എങ്ങനെയായാലും നിങ്ങളുടെയൊക്കെ കാര്യങ്ങളല്ലേ, നടന്നാ മതി. നാട്ടുകാർക്ക് ചില പണികൾ വരുന്നുണ്ട്. അതൊരു ചായ. ആ റോഡ് വന്നിട്ട് ഒരു വണ്ടി മേടിക്കാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ. നീ വണ്ടിയും മേടിക്കും, അതാ വഴിയെ ഓടിക്കുകയും ചെയ്യും. ഞാനാ പറയുന്നേ, ഉറപ്പാണ് മധു. ഇതെവിടെ കേട്ടിട്ടുണ്ടല്ലോ. ചേട്ടാ ഒരു കടി വേണോ? ആവശ്യത്തിന് കടിക്കുന്നുണ്ടാ. എടാ, നാടിൻ്റെ സമഗ്ര വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. താനൊന്നും വന്നേ, പുറത്തേക്ക് ഇറങ്ങ്, ഒരു കാര്യം പറയാണ്ട്. പുറത്തേക്ക് ഇറങ്ങാം. നിന്റെ മോനെ നീ മര്യാദ വളർത്തിക്കോളാം. കളിച്ച് കളിച്ച് എൻ്റെ കുടുംബത്തെ അറിയാ കളി. എൻ്റെ മോൾക്ക് വേണ്ടി ദൈവവിശ്വാസമുള്ളവരെ കണ്ടുപിടിച്ച് കെട്ടിക്കാൻ എനിക്കറിയാം.